വള്ളസദ്യ പരിപാടിനെ കുറിച്ച് ഒന്ന് പറയാമോ? വള്ളസദ്യ തിരുവാറന്മുളയെപ്പറ്റി ഏറ്റവും കൂടുതൽ പ്രിയമുള്ളത് വള്ളസദ്യ ആണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളില്ലാത്തവരെ അല്ല ഏതെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ഒക്കെ ഇതിന് വഴിപാട് നടത്തുന്നു. ഏതാണ്ട് 500-ൽ പരം വള്ളസദ്യകൾ ഒരു വർഷം ഇവിടെ നടക്കാറുണ്ട്. അത്ര മനോഹരമായ ഒരു ഈ വഴിപാട് നടത്തുന്ന പ്രത്യേക സമയമുണ്ടോ? പ്രത്യേക സമയമൊന്നുമില്ല. വ്യക്തികളുടെ താല്പര്യത്തിനനുസരിച്ച് അവർ വള്ളസദ്യ ഇവിടെ ആലോചിക്കുകയും ഇവിടെ നമുക്ക് ഓരോ കരകളുടെ ഏതെങ്കിലും ഇഷ്ടമുള്ള വള്ളങ്ങൾക്ക് വള്ളസദ്യ കൊടുക്കുകയും ചെയ്യും. ആ പതിവാണുള്ളത്. അതിന് ഏകദേശം 80 രൂപ 80,000 മുതൽ 1,40,000 വരെ ഇതിന് ചിലവ് വരുന്ന ഒരു നല്ല പ്രക്രിയയാണ്. തിരുവാറന്മുളയെ പിന്നെ നാമധേയത്തിൽ ധാരാളം ആൾക്കാർ വന്നിവിടെ വള്ളസദ്യ പല സ്ഥലങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വള്ളസദ്യ നടത്താറുണ്ട്. അപ്പോൾ ഈ വള്ളസദ്യ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വള്ളവുമായിട്ട് അടുത്ത് കിടക്കുന്ന കര, ക്ഷേത്രവുമായിട്ട് അടുത്ത് കിടക്കുന്ന കരയാണ് ഇടശ്ശേരി മല. ഇത് ഇതിൻ്റെ ചരിത്രപരമായിട്ട് വലിയ പ്രസക്തിയുള്ള ആദ്യകാലങ്ങളിലുണ്ടായ വള്ളമാണ്. 1894 ഇറക്കിയ വള്ളമായിരുന്നു. ഞാൻ അതിന് മുമ്പ് ഉണ്ടായിരുന്ന വള്ളം. ഇപ്പോഴീ വള്ളം ചെറിയ മിനുക്ക് പണികൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അറിയോ? ശരി. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ നായർ, ഇടശ്ശേരി മല. ഇവിടുത്തെ വള്ളത്തിൻ്റെ ഒരു അംഗമാണ്. അടിപൊളി അളിയാ, ഒന്നും പറയാനില്ല. രാവിലെ തന്നെ മനസ്സ് നിറഞ്ഞോണ്ടിരിക്കുകയാണ്. ഈ ഒരു വള്ളത്തെ കാണാൻ പറ്റുന്ന ശരിക്കും നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രേമികളുണ്ട്. ആനപ്രേമി, വണ്ടിപ്രേമി, വള്ളപ്രേമികൾ. വണ്ടിയിൽ നിന്ന് വള്ളപ്രേമിയായിട്ട് മാറിയിരിക്കുകയാണ്. അതെ അതെ. അപ്പോൾ നമ്മുടെ ബസ് യാത്ര അവസാനം വന്നെത്തിയിരിക്കുന്നത് ഇടശ്ശേരി മല ചുണ്ടൻവള്ളത്തിലാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാതെ എന്ന് പറഞ്ഞാൽ ഒരു ഇതിലും വണ്ടി വെക്കുന്നത് വരെ നമ്മളൊരു പ്രതീക്ഷയില്ലായിരുന്നു. പെട്ടെന്നാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് നേർക്ക് നേർ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ യാത്ര തുടങ്ങി, മണിപ്പാലിൽ നിന്ന് യാത്ര തുടങ്ങി. രാവിലെ നമ്മൾ ചെങ്ങന്നൂരെത്തി ആളെ ഇറക്കി നമ്മൾ വണ്ടി ഒതുക്കാൻ വന്നിടത്ത് കണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസങ്ങളും കാഴ്ചകളും ഞാൻ കണ്ടതും അതിലൂടെ തന്നെ നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പുതിയൊരു യാത്രയും പുതിയൊരു വിശേഷങ്ങളും പുതിയ സുഹൃത്തുക്കളായിട്ട് നമ്മൾ വീണ്ടും വരും. അജ്മലിന്റെ പുതിയൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. വേറെ സെറ്റ് ആകും. ഞങ്ങൾ അടുത്ത പ്ലാനിങ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, നമ്മൾ വീണ്ടും വരും. ഓക്കെ, ബൈ. വള്ളത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മളെ ബസ്സിലോട്ട് ഓടിപ്പോവുകയാണ്. കല്ലട രാജേഷ് അണ്ണൻ, അജ്മൽ, രൂപേഷ്, എല്ലാവർക്കും ടാറ്റ. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് വരാം. ഓക്കെ, ടാറ്റ.